മാർക്ക് ഒരു മണ്ടനാണ് അത്ര. വയലൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ പടം അങ്ങനെ ഒരു വർക്കൗട്ടൊന്നുമല്ല. ഹിന്ദി തന്നെ ഇപ്പോൾ ഇതുപോലത്തെ പടങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ അതിന് വ്യൂസ് ഇല്ല, കാരണം മാർക്ക് ഇറങ്ങിയുണ്ട്. ഡയലോഗ് ഡെലിവറി ഉണ്ണിമൂന്തൻ നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഹിറ്റായിരിക്കും. നമ്മൾ KGF അല്ലെങ്കിൽ ബാക്കി ബാഹുബലി കൊണ്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ സിനിമകൾ വരട്ടെ, മലയാളത്തിൽ ഇങ്ങനെ സിനിമകൾ വരണം. ഓക്കെ, മാർക്ക് ഒരു മണ്ടനാണ് അത്ര. കുറച്ച് വയലൻസ് കൂടുതലാണ്. മൊത്തം വയലൻസാണ്. ഉണ്ണിമുഖം പൊളിക്കുമല്ലേ, വില്ലനും സൂപ്പറാണ്. ഉണ്ണിമുഖത്തിന് സൂപ്പറാണ്, വില്ലന്മാരെല്ലാം പൊളിച്ചു. വയലൻസ് നല്ല കൂടുതലാണ്, അടിപൊളിയായിട്ട്. വയലൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ പടം അങ്ങനെ ഒരു വർക്കൗട്ടൊന്നുമല്ല. ഒരാൾ ചാവുന്നവരെ നോക്കിയിരിക്കും, കുടുംബത്തിൽ എല്ലാവരും ചാവുന്നവരെ നോക്കിയിരിക്കും, എന്നിട്ട് കോട്ട് വിട്ടുകൊണ്ട് കൊല്ലം ഇറങ്ങിയ പിന്നെ എന്തിനാണ് എടുത്തിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ എന്താ പടം ഒരു കണക്റ്റ് ആവണം. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് അറിഞ്ഞൂടെ. എല്ലാവരും ഒരാൾ കുടുംബത്തിൽ എല്ലാവരും കൊല്ലുന്നവരെ നോക്കിക്കൊണ്ടിരിക്കും, അത് കഴിഞ്ഞിട്ട് കോട്ട് വിട്ടുകൊണ്ട് കൊല്ലം ഇറങ്ങിയിരിക്കുകയാണ്. ബാക്കി ഓവറോളൊരു കുഴപ്പമില്ല, ഒരു അടിപൊളിയാണ് പടം, സൂപ്പറാണ്. നമ്മളെ മലയാളം മൂവി ഇൻഡസ്ട്രി തന്നെ പ്രൗഡാക്കാൻ പറ്റിയ പടമാണ്. കാരണം ഹിന്ദി തന്നെ ഇപ്പോൾ ഇതുപോലത്തെ പടങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ അതിന് വ്യൂസ് ഇല്ല, കാരണം മാർക്ക് ഇറങ്ങിയുണ്ട്. നല്ല വയലൻസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് OTT വരുമ്പം കാണുമായിരിക്കും. അവൾക്ക് കണ്ടിരിക്കാം. ബോറടി ലാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോറി ലോജിക്ക് രണ്ടും മാറ്റി വെച്ചേക്കാം, അത്രേ ഉള്ളൂ. സിനിമ കൊള്ളാം, അതൊരു മേക്കിംഗ് വൈസ് സൂപ്പറാണ്. പക്ഷേ ഡയലോഗ് ഡെലിവറി ഉണ്ണിമൂന്തൻ നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഹിറ്റായിരിക്കും. മേക്കിംഗ് വൈസ് സൂപ്പറാണ്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ സിനിമകൾ വരണം. എല്ലാ രീതിയിലും നല്ല മേക്കിംഗ് വൈസ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിനിമയാണ്. പിന്നെ ലോജിക്ക് ചിന്തിക്കരുത്, വേറൊന്നുമില്ല, ഒരു പഴയ ബോംബ് തന്നെയാണ്, വേറൊന്നുമില്ല. മേക്കിംഗ് വൈസ് ഓക്കെയാണ്, പക്ഷെ നമുക്ക് കാണാനുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ വിഷ്വൽസ് എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു കാരണവശാലും ഡയലോഗ് ഡെലിവറി കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ണിമൂന്തൻ ലാസ്റ്റ് ഹിറ്റായിരിക്കും. പക്ഷേ ലോജിക്ക് ഇല്ലാണ്ട് കാണാനുള്ള സിനിമയാണ്. തീർച്ചയായും ഇത്രയും എക്സ്പീരിയൻസിലുള്ള 30 കോടി ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടേ ഇപ്പോൾ ഒരു 100 കോടി ഹിറ്റാകാൻ പോകുന്നു. ഇതിങ്ങനെയൊക്കെ വരണം. നമ്മൾ തന്മാത്ര കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടും വരട്ടെ, ഇതുപോലെ സിനിമകൾ വരട്ടെ. അല്ലാണ്ട് നമ്മൾ KGF അല്ലെങ്കിൽ ബാക്കി ബാഹുബലി കൊണ്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ സിനിമകൾ വരട്ടെ. തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലോജിക്കില്ലായ്മയും ഇമോഷണൽ കണക്റ്റിംഗ് ഒന്നും ഇല്ല, അതൊക്കെ ഉണ്ട്. എന്നാലും ജസ്റ്റ് തിയേറ്ററിൽ വാച്ച് ഓക്കെയാണ്. എല്ലാവരും തിയേറ്ററിൽ കണ്ടാൽ ഓക്കെ ആവും. OTT കണ്ടാൽ അത്ര ക്ലിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. നല്ല സിനിമയാണ് തിയേറ്ററിൽ വാച്ച്.